ഇന്നത്തെ റെസിപ്പീസ് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്ന ചില്ലി ചിക്കനും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിപൊളിയാന്ന്. കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഫ്രൈഡ് റൈസ് 2 ടൈപ്പായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. മുട്ടയൊന്നും ഇടാതെ ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കിടാൻ പറ്റിയ വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഇട്ടിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ്. രണ്ടാമത്തത് മുട്ടയൊക്കെ ഇട്ടിട്ട് സ്പെഷ്യലാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ്. ഈ രണ്ടാമത്തെ ഫ്രൈഡ് റൈസില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസിനുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ചില്ലി ചിക്കനും. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഇതാ നമുക്ക് രാവിലെ തൊട്ട് അങ്ങ് കാണാം. ഇതാ രാവിലെ എണീറ്റ് പോന്നു. എന്നിട്ട് നമ്മുടെ ജനലും വാതിലും ഒക്കെ അങ്ങ് തുറന്നിട്ടു. സ്കൂളുള്ള ദിവസമാണ്, മക്കൾക്ക് ലഞ്ച് ബോക്സും കൊടുത്ത് വിടണം, അതുപോലെ എല്ലാ പണിയും നടക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് ഇടാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരി ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കുന്നിടം വരെ അരി അങ്ങ് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്ന ഒരു 15-20 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചോളൂ. അരമണിക്കൂറൊക്കെ സോക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ചോറ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സോക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് അവിടെ അങ്ങ് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ടൈപ്പ് ഫ്രൈഡ് റൈസാണ് കാണിക്കുന്നത്. ആദ്യം നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മുട്ടയൊന്നും ഇടാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് റൈസ്. രണ്ടാമത് അതിലും നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫ്രൈഡ് റൈസ്. അതായത് ഈ തട്ടുകട സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ്. അപ്പോൾ രണ്ടിൻ്റെയും റെസിപ്പി നോക്കാം. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയുടെ വെള്ളം കളഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതാ സൺഫ്ലവർ ഓയിൽ കേട്ടോ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ചോറ് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് പെട്ടെന്ന് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കൂടുതൽ പച്ചക്കറിയൊക്കെ എടുത്ത് അങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി സമയം അനുവദിക്കത്തില്ല എല്ലാവർക്കും കൂടെ ഉള്ളതൊന്ന് കട്ട് ചെയ്തെടുത്താൽ, ഉച്ചയ്ക്ക് തന്നെ കൊണ്ടുള്ളത് കട്ട് ചെയ്തെടുത്താലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വെജിറ്റബിൾസും എടുത്തു, കഴുകിയൊക്കെ വെച്ചു. പക്ഷേ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനുള്ള പച്ചക്കറി മാത്രം പെട്ടെന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. പോരാഞ്ഞിട്ട് നമുക്ക് ചില്ലി ചിക്കനും കൂടെ റെഡിയാക്കി എടുക്കണം. ഈ ഒരു ഫ്രൈഡ് റൈസ് മാത്രമാണെങ്കിൽ തിരക്കേടില്ലായിരുന്നു, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമായിരുന്നു പച്ചക്കറിയൊക്കെ അരിഞ്ഞ്. പക്ഷേ ചില്ലി ചിക്കനും ഉള്ള സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം, അതും റെഡിയാക്കി എടുക്കണം. പിന്നെ ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്ത്. അപ്പോൾ അത് ഇന്നലത്തെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തതെന്നൊക്കെ. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഗാർലിക്കില്ലേ, അത് ഒന്ന് ഞാൻ തൊലിയെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി എല്ലാം വെളുത്തുള്ളി ഇത് പെട്ടെന്ന് കിട്ടിയില്ല എനിക്ക്. വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറിയും എല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചോറ് വെന്തോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം ബിരിയാണി ആണെങ്കിലും അരി ഇച്ചിരി വെന്ത് പോയാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്രൈഡ് റൈസിനില്ലേ അരി വെന്ത് പോവാനേ പാടില്ല. ഒരു 90-95% അരി വെന്താൽ മതി. ഒത്തിരി വെന്ത് പോയാൽ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് കഴുകി അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ആദ്യം അങ്ങ് ചില്ലി ചിക്കൻ വെക്കാം. എന്നിട്ട് പിന്നെ മക്കൾക്ക് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ചോറ് വെന്ത് കിട്ടിയാൽ മതിയല്ലോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സവോളയും കൂടെ ഇതുപോലെ 4ആയിട്ട്, അതും എളുപ്പമാണ് കേട്ടോ. സവോള ഈ ഒരു ചില്ലി ചിക്കൻ അരിഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ നടുവേൽ കീറിയിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഉണ്ടല്ലോ, സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് അടത്തിയൊക്കെ എടുക്കാം സവോള. അങ്ങനെയൊക്കെ ആകുമ്പം ഫ്രൈഡ് റൈസിന് ഇങ്ങനെ ഓരോ ഇതളുകളായിട്ട് സവോള കിടക്കും. അങ്ങനെ തന്നെ നമ്മുടെ റൈസും വെന്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി കേട്ടോ, പാകമാണോ എന്ന് വേവ്. അങ്ങനെ നമ്മുടെ റൈസ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വെള്ളം പോകുന്നൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രൈഡ് റൈസിന് തലേ ദിവസം തന്നെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും അടിപൊളിയാണ്. രാവിലെ എളുപ്പവുമാണ്. പിന്നെ ഫ്രൈഡ് റൈസ് നല്ല കുഴയാതെ നന്നായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ്മതി സെല്ലാ റൈസില്ലേ, വൈറ്റ് സെല്ലാ റൈസ്, അതാണ് ഫ്രൈഡ് റൈസിന് നല്ലത്. അപ്പോൾ റൈസ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ വെക്കാനായിട്ടുള്ള ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ച് കേട്ടോ ഫ്രൈ ചെയ്തത്. അപ്പം നമുക്ക് ഈ ചില്ലി ചിക്കനുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അത് ഈ തലേ ദിവസമാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം.
ചിക്കൻ നമുക്ക് മാരിനേഷൻ ചെയ്ത് വെക്കാവേ. അപ്പോൾ അതിനായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവും എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തായിരുന്നു. അതിലേക്ക് കുറച്ച് സോയാ സോസും വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മാരിനേഷൻ ചെയ്ത് വെക്കാവേ. നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. സമയമില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിനി ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഒത്തിരി നേരം ഇട്ട് വേവിക്കത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ചിക്കൻ കുക്കാകുന്ന സമയം വരെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തു. ചിക്കനിലേക്ക് ഇതുപോലെ മൈദയുടെയും ആ കോൺഫ്ലവറിൻ്റെയൊക്കെ കുറച്ച് കോട്ടിങ് വേണേ. അതുകൊണ്ടാണ് നമ്മൾ പൊടികളൊക്കെ അത്രയും ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് അത്രയും വേണം. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനൊരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതാ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കാൻ തുടങ്ങാം. ഇതാ പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലില്ലേ അത് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അതൊരു 4-5 എടുത്തിട്ടുണ്ടായിരുന്നേ. വട്ടത്തിൽ കട്ട് ചെയ്താണ് അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നു, ഒരു 5 സവാള ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഈ സവോളയൊക്കെ വാടിക്കിട്ടും കേട്ടോ. ഒരുപാട് ഒന്ന് നമ്മൾ ഉടയ്ക്കൊന്നും വേണ്ട, ഉടയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തായിരുന്നു, അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു കളറിനും കുറച്ച് എരിവിനും വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിരിയ മുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുത്തായിരുന്നു. പിന്നെ സോസുകളായിട്ട് സോയാ സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ നമ്മുടെ പിന്നെന്തുവാ ചില്ലി സോസ് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബാലൻസ് ആകാൻ, എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കലക്കിയിട്ട് നമ്മുടെ ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം വേണമെന്ന് തോന്നിയാൽ എന്തെടുക്കണം, നമ്മൾ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ചില്ലി ചിക്കൻ നന്നായിട്ട് കുറുകി വേണം ഇരിക്കാൻ കേട്ടോ, ലൂസായി പോവരുത്. ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി ഗ്യാസ് അങ്ങ് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചു, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ബട്ടർ ഇട്ടാലും നല്ലതാണ് കേട്ടോ. ഞാൻ ബട്ടർ ഇടാറുണ്ട്, പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തതും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തേ. ക്യാരറ്റും സവോളയും സവോളയില്ല ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ ബീൻസ്, ക്യാബേജ് ഇത്രയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇല്ലെങ്കിൽ ഒരു സബോള അതിന് പകരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്പ്രിംഗ് ഒനിയൻ ഉള്ളതുകൊണ്ട് സബോള എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് സോട്ടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു, കുറച്ച് മാത്രം, ചോറിൽ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് എടുത്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ടൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ കട്ട് ചെയ്ത് അങ്ങ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് ലഞ്ച് പാക്ക് ചെയ്ത് മക്കൾക്ക് പറഞ്ഞ് സ്കൂളിലേക്ക് വിടുമായിരുന്നു കേട്ടോ. കാരണം ഓട്ടോ വരാറായിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇന്ന് താമസിക്കും. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ 2 ആൾക്കുള്ള ലഞ്ച് പാക്ക് ചെയ്തെടുക്കുകയാണ്. 2 ആൾക്കും ഇതാ നല്ല വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയും കൂടി ഇട്ടാൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ആകും. പക്ഷേ ഞാൻ ഇന്ന് ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചില്ലി ചിക്കൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ മുട്ടയൊന്നും അതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിൽ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട്. അങ്ങനെ 2 ആൾക്കും കുറച്ച് കൂടുതൽ ചിക്കൻ വെച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 ആൾക്കും നല്ല കൂടുതൽ ചില്ലി ചിക്കനൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് റൈസൊക്കെ പാക്ക് ചെയ്തെടുത്തു.
പിന്നെ ഇല്ല ഈ ലഞ്ച് ബോക്സിൻ്റെ ലിങ്ക് ഒരുപാട് പേര് നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഫ്രീ ബേഡ് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചാണ്. ഈ ഒരു ലഞ്ച് ബോക്സിന് 1500 രൂപ റേറ്റ് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇല്ലേ ആ ഒരു ക്വാളിറ്റി ആ ഒരു 1500 ക്വാളിറ്റി ആ ബോക്സിനില്ല കേട്ടോ. വേണ്ടവർ കയറി ചെക്ക് ചെയ്തിട്ട് ഒന്ന് മേടിക്കുക കേട്ടോ. അപ്പോൾ എന്നോട് ലിങ്ക് ചോദിക്കുന്നവർക്ക് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ മക്കളൊക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ആ ലഞ്ച് ബോക്സിൻ്റെ കാര്യം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് പറഞ്ഞാണ്. അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. മോള് ചോറാണുണ്ടത്, മോന് ഞാൻ പത്തിരി ചൂടാക്കി കൊടുത്തു കേട്ടോ, ചില്ലി ചിക്കനുമായിട്ട് കൊടുത്തു. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓട്ടോ വന്നു, പെട്ടെന്ന് ധൃതി വെച്ച് സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി പാത്രമൊക്കെ കഴുകിയെടുക്കാനുണ്ടായിരുന്നു. രാവിലത്തെ പരിപാടി കഴിയുമ്പോൾ പിന്നെ അറിയാമല്ലോ പാത്രം കഴുകിൻ്റെ കാര്യം. പിന്നെ പാത്രമെല്ലാം ഒന്ന് കഴുകിയെടുത്ത് കേട്ടോ. പിന്നെ ഇവിടെ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒത്തിരി പണിയുണ്ടായിരുന്നേ. നമ്മുടെ ഇന്ന് ക്ലീനിങ് ഡേ ആയിരുന്നു. ഇന്ന് അലക്കാനും തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നേരമാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചോറ് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ പെട്ടെന്ന് അരിഞ്ഞും കൂടെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലൊരു മുട്ട ഇട്ടിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നൊരു പാത്രം അടുപ്പ് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തേ. ഇനി അതിലേക്ക് ഒരു 4-5 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ട ഇതുപോലെ ചിക്കി അങ്ങ് എടുക്കാം കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് ചിക്കി എടുക്കണം, അതാണ് നല്ലത്. ഫ്രൈഡ് റൈസിന് ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ മുട്ട ചിക്കി മാറ്റി വെച്ചു. ഇനി ആ പാനിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേഗത്തിൽ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തേ. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ആദ്യം ഇട്ട് കൊടുത്തു, അതിനാണല്ലോ കുറച്ച് വേവ്. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുണ്ടാക്കുന്നതില്ലേ നമ്മുടെ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് ഇല്ലേ, അതാണ് കേട്ടോ. അപ്പം പച്ചക്കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോറിൽ ഉപ്പിട്ടായതുകൊണ്ട് അത് നോക്കിയിടണം. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ, അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം തീർന്നായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. ക്യാപ്സിക്കം കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലതാണ്. ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ടു. പച്ചക്കറി ഒന്നും ഒട്ടും വേവണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് സോട്ടായി കിട്ടിയാൽ മതിയേ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടു, സോയാ സോസ് ഇട്ടു, ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് എന്താണെന്നറിയാമോ? കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് കേട്ടോ. ആ മുളക് പൊടി ഇടുമ്പം ഈ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു കളറും കിട്ടും, പിന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടുവേ. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് നമ്മൾ ചിക്കി വെച്ച മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തു. പിന്നില്ലേ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ഈ സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, നമ്മൾ നേരത്തെ ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതുപോലെ ആണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു മുട്ടയുടെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ ചിക്കൻ ഫ്രൈഡ് റൈസായി. ഇപ്പം നമ്മളിവിടെ റെഡിയാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസാണ്. കാരണം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇതിനകത്ത് ചിക്കൻ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ വേറെന്തോ ചേർത്ത സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തത് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കി. മിക്സാക്കിയിട്ട് ചോറ് ഇങ്ങനെ ടപ്പ് പൊട്ടുന്നൊരച്ചേക്കാം കേട്ടോ. ആ സമയത്ത് അങ്ങ് ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് ചൂടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ചൂടോടുകൂടി തന്നെ അങ്ങ് സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം നമ്മുടെ ചില്ലി ചിക്കൻ വെച്ച് കൊടുത്തു. ചില്ലി ചിക്കൻ ഇപ്പം ഉച്ചയായപ്പോൾ ഒന്നും കൂടെ അങ്ങ് കുറുകി കേട്ടോ ഗ്രേവി. അപ്പം ഇതുപോലെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസുമൊക്കെ. പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഫ്രൈഡ് റൈസ് പോയി കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ.